ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അത് നോക്കിയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെറ്റപ്പ് ആയിരുന്നു അവസരം. അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ചില സബ്ജക്റ്റുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ റെഫറൻസുകൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരിക. അത് നമ്മൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ. പക്ഷെ ഇങ്ങനെ ഈ പടത്തിന് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇത് കുറച്ചും കൂടി സിമ്പിൾ നറേഷനിൽ പോയി പിന്നെ ഈ ക്യാരക്ടറിന് ഒരു പാസ്റ്റും ഇയാളുടെ ഒരു കുറച്ച് ഇമോഷൻ ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ അമലിന്റെ ബ്രീഫിംഗ് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് നമ്മൾ എടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ചോദിക്കുമ്പോഴാണ് ഞാനത് ഇങ്ങനെ ആലോചിക്കുന്നത്. കാരണം ചില സിനിമകൾക്ക് അത് ആവശ്യം വരും. നമ്മൾക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മുടെ ചേട്ടന്മാര് നമ്മൾക്ക് ഇഷ്ടംപോലെ ലൈബ്രറിയിലുള്ള നമ്മൾ ഇഷ്ടംപോലെ മഹാനടന്മാര് അഭിനയിച്ചതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചിലപ്പോൾ അത് വരും. അത് നമ്മൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ഈ കരിയറിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ എന്നറിയാൻ വളരെ സൂപ്പർ സെലക്റ്റീവ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മന്ത്സ് വെയിറ്റ് ചെയ്ത സമയമൊക്കെ ബെസ്റ്റ് സ്ക്രിപ്റ്റിന് ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മനഃപൂർവ്വമല്ല, അതും ഒരു കൈൻഡ് ഓഫ് ചോയ്സ് ആണല്ലോ. നമ്മുടെ നല്ലതിന്റെ ഭാഗമേ ആവുള്ളൂ എന്നുള്ളത്. എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കാക്കി ചട്ടയൊക്കെ റീമേക്ക് ചെയ്യാനൊക്കെ കുറെ ട്രൈ ഔട്ട് ചെയ്യും. അതിനുവേണ്ടി കുറെ മന്ത്സ് ഒക്കെ ചെലവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഫാർമ വരുന്നു, എക്കോ വരുന്നു. ഇപ്പൊ എക്കോയിൽ തന്നെ ഈ ഡയലോഗ്സിന്റെ ഷിഫ്റ്റ് ഒക്കെ ഇപ്പൊ ഞാൻ നന്നായി പെരുമാറും, അതെന്റെ അമ്മ പഠിപ്പിച്ചതാണ്, പക്ഷെ അത് ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നിടത്തൊക്കെ തിയേറ്ററിൽ കൈയടിയായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി നിറയുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് എല്ലാ വേഷങ്ങളിലേക്കും എല്ലാ സ്പെക്ട്രത്തിലേക്കും ഫിറ്റിനാവുന്ന പോലെ അങ്ങനെ ഒരു അതുകൊണ്ടാണ് പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ചധികം പടങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് ആദ്യമേ ഉണ്ട്. മനഃപൂർവ്വം എല്ലാം ചെയ്യാത്തത്. പിന്നെ പലപ്പോഴും ചിലത് നടന്നു പോകാത്തതാണ്. പല പടങ്ങളും എനിക്ക് കാണിച്ചിട്ട് മാത്രമല്ല, ഇഷ്ടംപോലെ സിനിമകൾക്ക് വേണ്ടി ഞാൻ കുറെ നാളുകളും മാസങ്ങളും അതിന്റെ പിന്നാലെ പ്രവർത്തിച്ച് കുറെ ചിലവരുടെ ഫൈറ്റ് കുറച്ചും കൂടി സമയമെടുക്കും, ചിലവരുടെ വളരെ എളുപ്പമായിരിക്കും ചിലവരുടെ ലൈഫിന്റെ യാത്ര. അപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ വളരെയേറെ ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോയി നടന്ന് ശ്രമിച്ചിട്ടുള്ള പടങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട്. അതെന്തോന്ന് എനിക്കറിയില്ല. പല കാരണങ്ങളായിരിക്കാം. ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പല ചേഞ്ചസും വരിക. ചില പ്രൊഡക്ഷനിൽ നിന്ന് പോകുന്നു, ചിലപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പം വരുന്നു, നമ്മൾ നമ്മുടേതായ രീതിയിൽ നിൽക്കുന്നു, അദ്ദേഹം അവരുടേതായ രീതിയിൽ നിൽക്കുന്നു, പലതും നടക്കും. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായി ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ പിന്നെ നമ്മൾ നേച്ചറിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരുപക്ഷെ ഞാൻ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ടായിരിക്കാം എൻ്റെ തോട്ടിൽ നിന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പൊ കുറച്ചധികം പടങ്ങൾ വരുന്നത്. അതായിരിക്കാം ചിലപ്പോൾ നേച്ചർ തീരുമാനിച്ചതായിരിക്കാം. കുറെ കാലം ചെറുപ്പക്കാരനായിരുന്നല്ലോ, ഇപ്പൊ പ്രൊഫസർ ആവാണ്. എന്തായിരുന്നു മനസ്സിൽ? ഒരു ഗുഡ് ലുക്കിംഗ് പ്രൊഫസർ എന്നാണോ അതോ മെച്യൂർഡ് പ്രൊഫസർ, അങ്ങനെ എന്താ മനസ്സിലായത്? അല്ല, ഇയാളുടെ കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസർ ആയിട്ടാണ്. പിന്നെ അധികം മെച്യൂരിറ്റി വേണ്ടല്ലോ, അധികം പ്രായം തോന്നിക്കണ്ടല്ലോ. കാരണം ഈ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. ഇയാള് വളരെ ഒരു ചെറിയൊരു നിഷ്കളങ്കത ഉണ്ട്. പിന്നീടാണ് അറിയുന്നത് ഇതൊന്നും അല്ല, ഇയാൾ വേറൊരു ഷെയ്ഡ് ഉണ്ട്. അതാണ് പറഞ്ഞ കഥ റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രൊഫസർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അധികം സീരിയസ് ഒന്നും അല്ലാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പ്രൊഫസറാണ്. ഏജിങ് ബോദർ ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. പേരിലുണ്ട് നേരെ ആഘോഷത്തിലേക്കാണ് പോയി.